അത് വേണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ബോക്സർ ആവണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഈ കയ്യില് പണപ്പെട്ടിയുടെ താക്കോലല്ല, ഗ്ലൗസാ വേണ്ടത്. വീട്ടിലെ ജോലികൾ മാത്രമല്ല, റിങ്ങിലിറങ്ങി എതിരാളിയെ തോൽപ്പിച്ച് ഒന്നാമതെത്തണമെന്ന എന്റെ ആഗ്രഹം. ബോക്സിംഗിലെ 1ാം സ്ഥാനം നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറണം എനിക്ക്. ഇതാ എന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ഇതൊരു ചെറിയ ആഗ്രഹമാണോ? അതൊരുപാട് വലുതല്ലേ? നിന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. നോക്ക്, ഇനിയും 30% കൂടി ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടുന്ന് ആരും അത് അടയ്ക്കാൻ പോകുന്നില്ല. ഈ വെള്ളക്കഴുത്തിൽ താലി കെട്ടിയത് പോലും ഞാൻ അറിയാതെ. ഇനി ഫീസും കൂടെ കെട്ടണം പോലും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആരും സഹായിക്കില്ല. വെറുതെ ഉപദ്രവിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതായിട്ട് ഇവിടുന്ന് പോ മാസ്റ്റർ. ഒരു മിനിറ്റ് നിക്കനിയ. ഈ പെണ്ണിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന ഒരു മനുഷ്യസ്നേഹി, മനസാക്ഷിയുള്ളവൻ പുതിയൊരു ചിട്ടി ആരംഭിച്ചിട്ടുണ്ട്. അതില് അംഗമാകുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ആദ്യത്തെ മാസം ഇത് കൊടുക്കും. ദാ ഇത് നോക്കിക്കേ. ഈ കുടുക്ക വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ തലയിലടിക്കാനാണോ? തലയ്ക്ക് എന്തിനാ മുറിവുണ്ടാക്കുന്നത്? ശ്രീദേവി, ഇത് വാങ്ങിക്കേ. നീയും ചിട്ടിയിൽ ചേർന്ന പോലെ തന്നെയാണ്. ഈ മാസം നീ 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത മാസം നീ കോച്ചിങ്ങിൽ നന്നായി പെർഫോം ചെയ്താൽ ഞങ്ങൾ തന്നെ സ്റ്റൈഫൻഡ് ആയിട്ട് നിനക്കൊരു തുക തരുന്നുണ്ട്. അത് വെച്ച് നീ ചിട്ടി അടച്ചു തുടങ്ങിയാൽ മതി. നീ ആദ്യം ഇത് തുറന്നു നോക്ക്. ശ്രീദേവി, നിന്റെ ആഗ്രഹം സഫലമാക്കാൻ ഭാഗ്യത്തിന് കയ്യിൽ വന്നതാണെന്ന് തോന്നുന്നു. നീ ആദ്യം എന്താണെന്ന് നോക്ക്. വേറെ എന്തുണ്ടാവനാ, ചിട്ടിപ്പണം തന്നെ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്ര ഇതിൽ ഒരുപാട് കാശുള്ളത് പോലെ ഉണ്ടല്ലോ. 50,000ന്റെ ചിട്ടിയാ. ആദ്യത്തെ മാസം എടുത്താല് 33,000 കിട്ടും. 30,000 ഫീസിനും 3,000 നിന്റെ ചെലവിനും. ഒരു മിനിറ്റ് ശ്രീദേവി. ഇതാ വെച്ചോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഈ 3,000 നിന്റെ ചെലവിനുള്ളത്. 30,000 കോച്ചിങ് ഫീസിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഓഫർ നന്നായിട്ടുണ്ടല്ലോ. പക്ഷേ അത് തിരിച്ചടയ്ക്കണമല്ലോ. ശ്രീദേവി അത് അടച്ചില്ലെങ്കിൽ അവൾക്കല്ലേ നാണക്കേടുണ്ടാകുന്നത്. ഏട്ടത്തിയുടെ ലക്ഷ്യവും മനസ്സും വളരെ നല്ലതായതുകൊണ്ട് മാത്രമാണ് എല്ലാം ഭംഗിയായി നടക്കുന്നത്. ഇത്രയും പണം സ്വരൂപിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു കാര്യം ഇത്. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞെന്ന് പോയി പറഞ്ഞേക്കണം. അതെ ശ്രീദേവി, നല്ലൊരു ദിവസം നോക്കിയിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. ശരി സർ. താങ്ക് യു വെരി മച്ച് സർ. വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു. നിന്റെ പേരിൽ തന്നെ തുണ്ടിട്ടിട്ട് നിന്റെ മുമ്പിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് നിനക്ക് തരേണ്ട പണവും തന്നിട്ട് ബാക്കി ഫീസിനാണെന്ന് പറഞ്ഞെടുത്ത് നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നുന്നു ശ്രീദേവി. അമ്മായി, എന്റെ ഏട്ടനും ഇങ്ങനെ തന്നെയാ. ഞങ്ങൾ 4 സഹോദരിമാരുടെ പേരിലും കുടിക്കയിൽ കാശിടാറുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോ സത്യമായിട്ടും എന്റെ ഗൗതമേട്ടൻ കൊടുത്തു വിട്ടതായിട്ട് എനിക്ക് തോന്നുന്നേ അമ്മായി. നിന്റെ ചേട്ടൻ ഗൗതം നിന്നെ കാണുമ്പോ തന്നെ മുഖം തിരിച്ചു പോവല്ലേ? അങ്ങനെയുള്ളപ്പോ നിനക്ക് വേണ്ടി പണം കൊടുത്തയക്കുവോ?
അവൾ അങ്ങനെ സ്വപ്നം കണ്ടതായിരിക്കും വരദരാജ. നമുക്ക് നോക്കാം. വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അത് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഗൗരി, മോളെ ലക്ഷ്മി, ദുർഗ, എല്ലാവരും ഒന്നിങ്ങ് വന്നേ. എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? വെപ്രാളം എന്തിനാന്ന് ചോദിച്ചാ പെട്ടെന്ന് വന്നൊരു വിവാഹ ബന്ധത്തിന് എന്ത് മറുപടിയാ കൊടുക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാന്ന് വെച്ച് വന്നത്. എന്താ പറയുന്നേ? ശശികുമാരേട്ടൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല മോളെ. അവരെ ഞാൻ കണ്ടതുപോലുമില്ല. അപ്പോ ആലോചന എന്ന് പറഞ്ഞല്ലോ, ആർക്കാ ഏട്ടാ? വേറെ ആർക്കാ മോളെ? നിനക്ക് തന്നെ. ഗൗരി വളരെ ഭാഗ്യശാലിയാ. ഏട്ടൻ നല്ല ആലോചനയായിരിക്കും കൊണ്ടുവന്നത്. ഒന്ന് നിക്ക് ലക്ഷ്മി. കാര്യം എന്താന്നറിയാതെ പകുതി മാത്രം പറഞ്ഞ ടെൻഷനും കൺഫ്യൂഷനും എല്ലാം ഉണ്ടാവും. ആ കല്യാണ ബ്രോക്കർ എന്നെ വിളിച്ച് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോഴേ അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് ഓടി വന്നാ ഞാൻ. അവർക്കും ഒരു ഹോട്ടലുണ്ടെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാ പാചകക്കാരോ? അല്ല, ഹോട്ടലിന്റെ ഓണറാ. അമ്മയുടെ പേരില് നമ്മൾ സാവിത്രി ഹോട്ടൽ എന്നൊരു ഹോട്ടൽ ആരംഭിച്ചില്ലേ? ഈ ഗ്രാമത്തിൽ മാത്രമല്ല, അടുത്ത ഗ്രാമത്തിലുള്ളവർ പോലും ഗൗരിയുടെ പാചകത്തെ പറ്റി നാട് നീളെ പറഞ്ഞു നടക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവര് ഗൗരി ആ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ അത് വലിയ സഹായമാവൂന്ന് ചിലപ്പോ ചിന്തിച്ചു കാണും. എന്നുവെച്ചാ ചേച്ചി പാചകക്കാരിയായിട്ട് കൂട്ടിക്കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത്? അല്ലാതെ മരുമകളായിട്ടല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോളെ. ഈ പട്ടണത്തിലെ പാചകക്കാർക്കുണ്ടല്ലോ, ഈ ജോലിക്കൊക്കെ നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. ഈ ആലോചന ഒന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാ ആ ഹോട്ടലിന്റെ മുതലാളിയാവും എന്റെ ഗൗരി. അവിടെ പോയി പാചകം ചെയ്യണമെന്നല്ല, ആ പാചകത്തെ നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ? അതിന് പറ്റിയ ഒരാൾ തന്നെയാ ഗൗരി. അവരെപ്പോഴാ വരുന്നേട്ടാ? നിക്ക് ലക്ഷ്മി, എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെയാ? ഗൗരിക്ക് കുറച്ച് ശ്വാസം വിടാനെങ്കിലും സമയം കൊടുക്ക്. ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ നിന്നെ മാത്രം മതിയെന്നാ അവര് ആ ബ്രോക്കറിനോട് പറഞ്ഞത്. അവളുടെ നാണം കണ്ടില്ലേ? അല്ലെങ്കിലേ ഗൗരി ചേച്ചിക്ക് നാണം കൂടുതലാ. കല്യാണക്കാര്യം കൂടി പറഞ്ഞപ്പോ ഇവിടെ ചേച്ചിക്ക് നിക്കാനേ പറ്റുന്നില്ലെന്നാ തോന്നുന്നേ. മോളെ ലക്ഷ്മി, നമുക്ക് കൈയോടെ തന്നെ ശശികുമാറിന്റെ വീട്ടിലും വിളിച്ച് നിന്റെ കാര്യം കൂടെ ഒന്ന് സംസാരിക്കാം. അയാളുടെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് സമ്മതിച്ചാ 2 കല്യാണം കൂടെ നമുക്ക് ഒരു പന്തലിൽ വെച്ച് തന്നെ ആഘോഷമായി നടത്താലോ. ആ ശരി ഏട്ടാ. കല്യാണ പെണ്ണ് ആകാൻ പോകുന്നവള് ഉടനെ സമ്മതിച്ചല്ലോ. ഗൗരിയാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ? ഹലോ, ഇപ്പൊ എവിടെയാ ഏട്ടാ? ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. നാട്ടിലുണ്ടല്ലോ അല്ലേ? ഞാൻ ആരാധിക്കുന്ന ദേവതയെ ഈ നാട്ടിലാക്കിട്ട് ഞാൻ എവിടേക്ക് പോകാനാ? എനിക്കറിയില്ല ഏട്ടാ. എന്തോ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഏട്ടന് മനസ്സിലാവുമല്ലോ. നീ എന്തായി പറയുന്നേ? ഞങ്ങളുടെ ഏട്ടൻ എനിക്ക് വേണ്ടി ഒരു പയ്യനെ നോക്കിയിരിക്കുക ഏട്ടാ. അയ്യോ, കണ്ടോ? ഇപ്പൊ ഏട്ടനും പേടി തോന്നുന്നല്ലേ? പക്ഷേ ഏട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഗൗതമേട്ടൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ നോക്കിയെന്നല്ലേ പറഞ്ഞത്? അതെന്തായി എന്നുള്ള കാര്യം ആലോചിച്ചാണ് ഞാൻ. എനിക്കറിയില്ല ഏട്ടാ. എന്റെ ഏട്ടൻ പയ്യനെ നോക്കാന്ന് വീട്ടിൽ പറഞ്ഞതും സത്യം പറഞ്ഞ എന്റെ ശ്വാസം തന്നെ നിന്നുപോയി. എന്താന്നറിയില്ല, വല്ലാത്ത പേടി തോന്നി. സത്യത്തിൽ കല്യാണം എന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നാതെ എന്തിനാ പേടി തോന്നുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. ഉടനെ ഏട്ടനെ വിളിക്കാനാ തോന്നിയത്. നീ എന്നെ വിളിച്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കല്യാണം കഴിക്കേണ്ട പെൺകുട്ടികൾ തന്നെയാണ് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഈ അവസ്ഥയിൽ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏട്ടാ. സത്യം പറയൂ, എന്നെ ഏട്ടന് ഇഷ്ടമല്ലേ? ഗൗരി, എന്തോ എനിക്ക് ഏട്ടനെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ ഇത്രയും നാളെ ഏട്ടൻ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഗൗരി, അത് ഞാൻ ഈ കാര്യം നിന്നോട് എങ്ങനെ പറയണമെന്നുള്ളത് നീ എന്തായാലും എന്നോട് പറഞ്ഞല്ലോ. ഈ കാര്യം നീ എങ്ങനെയെങ്കിലും ഏട്ടനോട് പറയുമോ? ഏട്ടനോട് ഇക്കാര്യം പറയാൻ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അപ്പോ ഞാൻ പറയട്ടെ? അയ്യോ, ശിവാനിയെല്ലാം കേട്ടോ? പേടിച്ചു പോയോ? വെറുതെ പറഞ്ഞതാ. രണ്ടുപേരുടെയും മനസ്സിലെ ഇഷ്ടം ഉണ്ടായിരുന്നിട്ട് പരസ്പരം അത് തുറന്നു പറയാതെ ഓരോ കഥയും പറഞ്ഞ് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ സ്നേഹം ആർക്കും പിടികൊടുക്കാതെ എല്ലാരെയും പറ്റിച്ചോണ്ടിരിക്കുക എന്റെ വീരരാജു ഏട്ടൻ. അതിന് തന്നെ ഏട്ടത്തി താ ഗൗരി. ഹലോ ചോട്ടാ ഭായ്. അല്ല ശിവാനി, നിന്നോടെങ്കിലും ഞാൻ പറയേണ്ടതായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലുള്ളത് പുറത്തേക്ക് വന്നല്ലോ, അത് തന്നെ ധാരാളം. അവൾക്ക് ഏതൊരു പയ്യനെ ആലോചിക്കുന്ന കേട്ടു. അത് മുടക്കാനല്ലേ ഈ ശിവാൻ ഇവിടെ ഉള്ളത്. എന്തെങ്കിലും ഒരു പ്ലാൻ ഉറപ്പായും നടപ്പിലാക്കും. പറ്റുമെങ്കിൽ നല്ല സമയം നോക്കി ഗൗതം ചേട്ടനോട് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞേക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാ ഇതുപോലെ ലക്ഷണമൊത്ത സുന്ദരിയായ കുട്ടിയെ ഏതെങ്കിലും ആമ്പിള്ളേർ കൊത്തിക്കൊണ്ടുപോകും. അല്ല ശിവാനി, നീ എങ്ങനെയെങ്കിലും ഈ വരുന്ന ബന്ധമൊന്നും മുടക്കണം. ശരി ശരി, ഈ ശിവാനി ഉള്ളപ്പോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? ഏട്ടൻ എന്താ പറഞ്ഞേ? നീ കൂടെ ഇല്ലെങ്കി മരിച്ചു കളയോന്നാ പറയുന്നത്. അയ്യോ അയ്യോ, ഈ ആലോചന എങ്ങനെ ഉറപ്പിച്ച വീരരാജു ഏട്ടൻ എന്തെങ്കിലും കടുകയോ ചെയ്യോ? അത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ല. ഇപ്പൊ വന്ന കല്യാണാലോചന ഏത് രീതിയിലും നമുക്കങ്ങ് മുടക്കണം. പക്ഷെ എങ്ങനെ ചെയ്യാനാ? മുത്തശ്ശി, എന്തു പറ്റി? അമ്മായിയമ്മയും മരുമകളും കൂടി ദേവിയെ കുമ്പിട്ടുകൊണ്ടിരിക്കടാ. അതിനെന്താ മുത്തശ്ശി? പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണം, അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ടാവണം. അതെന്താണെന്ന് അറിയാനാ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നേ. ഞാൻ പറഞ്ഞില്ല ശ്രീദേവി, ഭഗവാൻ നിന്റെ കൂടെയാ. എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നടക്കും. അതെ അമ്മായി, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഏട്ടൻ എന്നോട് ക്ഷമിക്കില്ലെന്ന കരുതിയത്. നിന്റെ ചേട്ടൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ്. എന്റെ മരുമകന്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അത് കേട്ടോടാ ദേവാ? അവള് ബോക്സറാകാൻ വേണ്ടി ഫീസ് കിട്ടുന്ന കാര്യല്ലേ? ആ 30,000 രൂപ അവര് തന്നെ വച്ചിരുന്നെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു തടസ്സമില്ലാതെ ബിരിയാണി കഴിക്കായിരുന്നു. പക്ഷേ നീ അവനെ അങ്ങനെ കുറച്ച് കാണരുത്. ഒരു ചെറിയ പിടിവള്ളി കിട്ടിയാൽ മൂത്ത പെണ്ണിന്റെ കല്യാണവും നടത്തി ബാക്കി എല്ലാ കാര്യങ്ങളും മംഗളമായി ചെയ്യാൻ കഴിവുള്ളവനാ ഗൗതം. സ്വന്തം സഹോദരിയായ ലക്ഷ്മിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന ശശികുമാറിനെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല മുത്തശ്ശി. എന്നാൽ ശ്രീദേവിയുടെ മുഖം കാണുമ്പോൾ തന്നെ മുഖം തിരിച്ചു പോകുന്നവൻ ഫീസ് കൊടുത്ത കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയുള്ള രക്തബന്ധമാണടാ അവരുടേത്.
എതിരാളിയുടെ മനസ്സിനെ പോലും അത് തകർത്തു കളയും. ശ്രീദേവി, നീ വിചാരിക്കുന്ന കാര്യം നടക്കണം. എങ്ങനെയാണോ ശിവാനി വാശി പിടിച്ച് പോലീസ് ഓഫീസർ ആയത്, അതുപോലെ നീയും നിന്റെ ആഗ്രഹം സാധിക്കണം. തീർച്ചയായും ആവും അമ്മായി. അമ്മായിയുടെ വിശ്വാസം എനിക്ക് ധൈര്യം നൽകുന്നത്. മുത്തശ്ശി, ഞാൻ ഇവരുടെ കാര്യമല്ല, ആ ഗൗതമിനെ പറ്റി ആലോചിക്കുന്നത്. പെട്ടെന്ന് അവന്റെ മനസ്സെങ്ങനെ മാറിയെന്ന് എനിക്കൊരു പിടിയും കിട്ടാതെ. ചേട്ടനും അനിയത്തിയും ഒന്നിച്ചായാൽ നമ്മുടെ കഷ്ടകാലം ആരംഭിച്ചു എന്നാണ് അർത്ഥം ദേവ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഗൗതം ശ്രീദേവിയെ തിരികെ സ്വീകരിച്ച് തലയിലെടുത്തു വെക്കുന്നതിന് മുമ്പായി നീ അവളെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അവളുടെ ശക്തി നശിപ്പിച്ചു കളയണം. മുത്തശ്ശി എന്തായി പറയുന്നേ? അതേ ദേവ, ഇവൾ നിന്റെ കൈക്കീഴിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ശാന്തി മുഹൂർത്തം നടക്കണം. അവളെന്റെ മുറിയിലേക്ക് കയറി വന്നാൽ തന്നെ ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കണം എന്നൊക്കെ പറഞ്ഞ നടത്തണമിടാ ദേവ. നമ്മുടെ ശത്രു ബലഹീനനാകണമെങ്കിൽ അവരുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം നശിപ്പിക്കേണ്ടത്. ഇവൾ പത്തി വിടർത്തി നിന്നെ കൊത്താതിരിക്കണമെങ്കിൽ ഇവളെ നീ ശരിക്കും ഒരു ഭാര്യയായി തന്നെ കാണണം. ചേച്ചി, ലിപ്സ്റ്റിക് ഇട്ടരട്ടെ? ശരി, പെർഫ്യൂം ഇട്ടരട്ടെ? വേണ്ട. കുറച്ചുകൂടി കണ്ണെഴുതി തരട്ടെ? എന്തിനാ ശല്യപ്പെടുത്തുന്നേ? ഞാൻ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുക. ടെൻഷനോ? എന്തിനാ ടെൻഷൻ? ചേച്ചി ഇപ്പൊ അതിന് ഫസ്റ്റ് നൈറ്റിനൊന്നല്ലല്ലോ പോകുന്നത്. ഏയ്, കൊച്ചുകുട്ടിയെ പോലെ സംസാരിച്ചാ മതി. എന്ത് സംസാരമാണ് ഇത്? പോയി ശിവാനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോ നോക്കപ്പോ. ഓക്കെ. ഏട്ടത്തിയുടെ ഒരുക്കം ഇന്ന് ചായയും പലഹാരം ഉണ്ടാക്കാനല്ല, ഈ വിവാഹം ഒന്ന് മുടക്കാനാ. എന്ത് ചെയ്യാൻ പോവാണോ എന്തോ. ഏട്ടത്തിയുടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ കല്യാണ പെണ്ണിന് ഇരിക്കാൻ വേണ്ടിട്ട് ചെയറൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ശരി, എന്നാ ഞാനെന്നിരുന്ന് നോക്കട്ടെ. നീ ഇരുന്നാ വീഴും. ഞാനെങ്ങനെ വീഴാനാ? ധൃതി പിടിച്ച് അറിയാതെ ഇതിൽ കയറി ഇരുന്നാലുണ്ടല്ലോ താഴെ വീഴുമെന്ന് പറയാൻ വന്നതാ. ഓ, അല്ല, ഗൗരി ഇരിക്കാൻ പോകുന്ന ചെയറില് നീ എന്തിനാ കയറി ഇരിക്കാൻ നോക്കുന്നേ? നീ ഇരിക്കാനായിട്ട് ഇനി ഒരുപാട് സമയമുണ്ട്. എനിക്ക് നാണം വരാറില്ലെന്ന് ചേച്ചിയല്ലേ പറയാറുള്ളത്? ഏയ്, ഒന്ന് മിണ്ടാതിരിക്കടി. അല്ലെങ്കിൽ തന്നെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നതോർത്ത് ഞാൻ ആകെ ടെൻഷനില്ല. ഗൗരി ചേച്ചി ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. പക്ഷെ ഏട്ടത്തി എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? അത് പിന്നെ ഞാന് ഇവിടുത്തെ മരുമകളായതിനു ശേഷം ആദ്യമായി വരുന്ന ഒരു ബന്ധമല്ലേ. എല്ലാ ഏർപ്പാടുകളും ഇങ്ങനെ സ്വയം ചെയ്യാൻ നിൽക്കുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് സാധാരണയല്ലേ. ഓ, അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലേ? ആദ്യം നിന്റെ ഏട്ടൻ എന്താ ചെയ്യുന്നെന്ന് പോയി നോക്ക്. പോ, നിന്റെ ഏട്ടൻ എന്താ ചെയ്യുന്നെന്ന് നോക്ക്. പോവാ. അമ്മേ, ഇനിയും അവരെ കാണുന്നില്ലല്ലോ. അവര് ലേറ്റ് ആയിട്ട് വന്നാ അത് നല്ലതായിട്ടാ. അതെന്താ മോളെ? കാരണം ഗൗരി ചേച്ചി റെഡിയാക്കാൻ തന്നെ ഇത്രയും നേരം എടുത്തല്ലോ. അവൾ അവളുടെ കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ്. ആദ്യമായിട്ട് വന്ന ആലോചന അത് തന്നെ നടക്കാനായിട്ട് പോവുമല്ലേ. അവൾക്ക് അതിന്റെ ഒരു ടെൻഷൻ കാണും. പക്ഷേ ആ ബ്രോക്കർ ഈ നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വിവാഹാലോചനകളൊന്നും അത്രയ്ക്ക് മോശമായിട്ടില്ല. നമുക്ക് നോക്കാം നമ്മുടെ ഗൗരിയുടെ പയ്യൻ എങ്ങനെയുണ്ടെന്ന്. ഏട്ടാ, അവര് വന്നു. ചേച്ചി ഹാളിലേക്ക് കൊണ്ടുവരാൻ പറയാം. കാണാൻ എന്ത് രസമായിട്ടാ ഉള്ളതെന്നറിയോ? നിനക്ക് സാരി നന്നായി ചേരും, പക്ഷെ നിന്നോട് ഉടുക്കാൻ പറഞ്ഞ ഉടുക്കില്ല. സമയവും സന്ദർഭമൊക്കെ വരണ്ടേ ചേച്ചി?
ഇപ്പൊ എന്തായാലും വന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ദിവസവും സാരിയിൽ കാണാലോ. റെഡിയായോ? ആ റെഡി. ചേച്ചി ചെറുക്കം വന്നിട്ടുണ്ട്. ഏട്ടൻ അവരെ ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് വന്നേ. ദുർഗയാണ് കല്യാണ പെണ്ണിനെ പോലെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. അവൾക്ക് നല്ല ഉത്സാഹ ലക്ഷ്മി. ഗൗരിയെ ഞാൻ കൂട്ടിയിട്ട് വരാം, നീ പൊയ്ക്കോ. ശരി.